എന്നെ ഇഷ്ടപ്പെടാനും എൻ്റെ സ്നേഹം നിനക്ക് കൂടുതൽ കിട്ടാനും നിനക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യമാണ് ഈ ഇബ്രാഹിമി സ്വലാത്ത് നീ ചൊല്ലിക്കോ. كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد وأنزله المقعد المقرب عندك يوم القيامة എന്നുകൂടി ഒരാൾ പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് അവർക്ക് ലഭിക്കുമത്രേ. അല്ലാഹു നമുക്ക് നസീബാക്കട്ടെ. സലാത്ത് ചൊല്ലാൻ അല്ലാഹു തൗഫീക്ക് തരട്ടെ. എപ്പോഴും ഓർക്കാൻ, നബിതങ്ങളെ കുറിച്ച് ഓർക്കാൻ അള്ളാന്റെ റസൂൽ കൊടുത്ത ഒരു പൊടിക്കൈ, ഒരു ഉപാധിയാണ്. എന്നോട് നിങ്ങളോട് ഞാൻ ഇത് വസിയത്ത് ചെയ്യുകയാണ്. സലാത്തുകൾ ഏത് സലാത്തുകളുമുണ്ട്, ഒരുപാട് സലാത്തുകളുണ്ട്. നമുക്ക് കഴിവുള്ള സലാത്തുകൾ, അറിയാവുന്ന സലാത്തുകളൊക്കെ ചൊല്ലാം. പക്ഷെ അള്ളാന്റെ റസൂലും ഇങ്ങനെ ഒരു സഹാബിക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇത് ബന്ധം എവിടത്തേക്ക് പോകുന്നു? ഇബ്രാഹിം നബിയിലേക്ക് പോകുന്നു, അവിടുത്തെ ആലിലേക്കും അവിടുത്തെ കുടുംബത്തിലേക്കും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കും അവിടുത്തെ കുടുംബത്തിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. അതാണ് പരിശുദ്ധമായ നമസ്കാരങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളോട് ഓതാൻ പറഞ്ഞത്, നബിതങ്ങൾ പഠിപ്പിച്ചത്, നമ്മൾ ഓതിക്കൊണ്ടേയിരിക്കുന്നത്. ആ ബന്ധം അതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും നമ്മളും തമ്മിലുള്ള ബന്ധം. ആ മോതുന്ന പ്രതിജ്ഞ നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടുമ്പോൾ വജ്ജഹത്ത് ഓതുന്നത് ആരുടെ പ്രതിജ്ഞയാണ്? وجهت وجهي للذي فطر السماوات والأرض حنيفا مسلما وما أنا من المشركين إن صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له وبذلك أمرت وأنا أول المسلمين. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് എടുത്ത കരാറാണ്, എടുത്ത പ്രതിജ്ഞയാണ്. അതിൻ്റെ അർത്ഥം പറഞ്ഞു തരേണ്ടതില്ല. ആ ഒരു പ്രതിജ്ഞയും ഇന്ന് നാം അല്ലാഹുവിന്റെ ദർബാറിൽ ഉയർത്തിയിട്ട് കെട്ടുമ്പോൾ ഈ പ്രതിജ്ഞ തുടങ്ങിയിട്ടല്ലേ നമസ്കാരത്തിലേക്ക്, മറ്റ് ആയത്തുകളിലേക്ക് കടക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമുള്ള ബന്ധം എന്താ? തുടക്കത്തിലും ഒടുക്കത്തിലും. ഇപ്പൊ തുടങ്ങി വജ്ജഹത്തോട് തുടങ്ങി സ്വലാത്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഇതിൽ രണ്ടും ബന്ധം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമായിട്ട്. അപ്പൊ ഞാൻ മുസ്ലിമാണ്, ആദ്യത്തെ മുസ്ലിം ഞാനാണ്. ആദ്യത്തെ മുസ്ലിം ഞാനാണ്. സമ്മാക്കുമൽ മുസ്ലിമീൻ, അള്ളാഹു നമുക്ക് പേരുവിട്ട് മുസ്ലിമീൻ എന്ന്. അപ്പൊ ബഹുമാനമുള്ള സഹോദരങ്ങൾ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആയുടെ ബർക്കത്താണ് ഞാനെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത് ഇബ്രാഹിം നബി, രണ്ടാമത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളോട് പറയുകയാണ്, വബുശ്റാ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്തോഷ വാർത്തയാ സ്വഹാബത്തെ ഞാൻ നിങ്ങളിലേക്ക് വരാനുണ്ടായ കാരണം. വഇദ് ഖാല ഈസാ ഇബ്നു മറിയം യാ ബനീ ഇസ്രായീൽ ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത്ത് തൗറാത്ത് ومبشرا برسول يأتي من بعد اسمه أحمد. പരിശുദ്ധ ഖുർആനിലൂടെ അതാ ഒരു വിളംബരവുമായി മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാണ്. ഇസ്രായേൽ സന്തതികളെ, ഇസ്രായേൽ ജനതയെ, ഞാൻ നിങ്ങളുടെ പ്രവാചകനാണ്. മാത്രമല്ല ഞാൻ ഒരു സന്തോഷ വാർത്ത കൂടി നിങ്ങൾക്ക് അറിയിക്കുന്ന ഒരു ദൂതനാ. വഇന്നി മുബശ്ശിറും ബിറസൂൽ, ഒരു റസൂലിനെ കൊണ്ടൊരു സന്തോഷ വാർത്ത അറിയിക്കട്ടെയോ. യഅതി മിൻ ബഅദി, എനിക്ക് ശേഷം വരുന്ന പ്രവാചകനാ. ഇസ്മുഹു അഹ്മദ്, ആ പ്രവാചകന്റെ പേര് അഹ്മദാണ്, മുഹമ്മദാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പേരുണ്ട്. അതിലൊരു പേര് അഹ്മദ്. അറബികൾ, കാട്ടറബികൾ, വിവരമില്ലാത്തവർ നബിതങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് മുദമ്മമൻ, വെറും
നിന്ദ്യൻ എന്ന് വിളിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് ആദരിക്കപ്പെട്ടവൻ, സ്തുത്യർഹൻ, എല്ലാ നിലയ്ക്കും അല്ലാഹു ഇഷ്ടപ്പെട്ടവൻ എന്ന അർത്ഥത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തിരുത്തി വിളിച്ചു. മൂന്നാമത്തെ കാരണം വറഅത് ഉമ്മി ഹീന ഹമലത് ബി അന്നഹു ഖറജ മിൻഹാ നൂറുൻ അളാഅ ലഹു ഖുസൂറുശ്ശാം. എൻ്റെ ഉമ്മ എന്നെ ഗർഭം ധരിച്ച സമയത്ത്, എൻ്റെ ഉമ്മ ഗർഭിണിയായിരുന്ന സമയത്ത് എൻ്റെ ഉമ്മയിൽ നിന്നൊരു പ്രകാശം വ്യാപിക്കുകയും അതിലൂടെ ഷാമിലെ കോട്ടകൊത്തളങ്ങൾ തിളക്കമുള്ളതായി മാറുകയും ചെയ്തു. അതെൻ്റെ ഉമ്മയുടെ നഗ്നനേത്രം കൊണ്ട് കണ്ടതാ. 3 കാരണം. ഈ മൂന്നാമത് പറഞ്ഞ കാരണം ബഹുമാനപ്പെട്ട ഖത്തീബുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ താരീഖുൽ ബഗ്ദാദിൽ കുറച്ചുകൂടി വിശാലമായ നിലയിൽ പറയുന്നുണ്ട്. ആമിന ബീവി കണ്ട സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു വീണപ്പോൾ അന്ന ആമിനത ഖാലത്ത്, ആമിന ബീവി പറയുകയാണ്, ലമ്മാ വളഅതുഹു അലൈഹി സ്വലാത്തു വസ്സലാം റഅയ്തു സഹാബതൻ നളീമാ. എൻ്റെ മകനെ ഞാൻ പ്രസവിച്ചിട്ടപ്പോ, എൻ്റെ മകനെ ഞാൻ പ്രസവിച്ച് വീണപ്പോൾ, എൻ്റെ മകൻ പ്രസവിച്ച് വീണപ്പോൾ റഅയ്തു സഹാബതൻ നളീമാ, വാനത്തിലേക്ക് ഞാനൊന്ന് നോക്കി, ആകാശത്തിലേക്ക് നോക്കി. ഒരു വല്ലാത്ത ഭയാനകതയായിരുന്നു ആ മേഘങ്ങളിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത്. വഅസ്മഉ ഫീഹാ സഹീലൽ ഖൈലി വഖഫഖാനിൽ അജ്നിഹ വകലാമർ റിജാൽ. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമ്മ പറയുകയാണ്, എൻ്റെ മകനെ ഞാൻ പ്രസവിച്ച് കിടന്നപ്പോ വാനലോകത്തേക്ക് നോക്കിയപ്പോൾ കുറെ അത്ഭുതങ്ങൾ എനിക്ക് കാണാൻ കഴിഞ്ഞു അത്രേ. അതിലൂടെ ഞാൻ കേൾക്കുകയാണ് കുറെ കുതിരകളുടെ കുളമ്പടികൾ. ആ കുതിരകൾ ചിറകിട്ടടിച്ചുകൊണ്ട് പറന്നുകൊണ്ട് വല്ലാണ്ട് ശബ്ദമുണ്ടാക്കുന്നത്. വസ്മഉ ഫീഹാ, ആ വാനലോകത്തിൽ കാർമേഘത്തിനുള്ളിൽ നിന്ന് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു. വകലാമർ റിജാൽ, മാത്രമല്ല ഈ സംഭവങ്ങൾക്കപ്പുറമായി കുറെ പുരുഷന്മാരെന്തോ സംസാരിക്കുന്നത്, എന്തോ ഒന്ന് വിളിച്ചു പറയുന്നത്, എന്തോ അട്ടഹസിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടുകയുണ്ടായെന്ന നബി തങ്ങളുടെ പൊന്നുമ്മ ആമിന ബീവി. ഈ സംഭവ വികാസങ്ങളെല്ലാം, ഈ വാനലോകത്ത് നടക്കുന്ന സംഭവങ്ങളെല്ലാം എൻ്റെ മകനെ വന്ന് മൂടിപ്പൊതിയുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. ഇതെല്ലാം സംഭവിച്ചപ്പോൾ എൻ്റെ ബോധം എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ബഹുമാനപ്പെട്ട നബി തങ്ങളുടെ മുത്തും പറയുകയാണ്, ഞാൻ എൻ്റെ നഗ്നനേത്രം കൊണ്ട് കണ്ട സംഭവങ്ങളാ. പക്ഷേ ഈ സംഭവങ്ങളെല്ലാം എൻ്റെ മകനിലേക്ക് ഓടിയെത്തുമ്പോഴേക്കും എൻ്റെ ബോധം നഷ്ടപ്പെട്ടു പോയി. പിന്നീട് ഞാൻ ഏതോ ഒരു ലോകത്ത് കിടന്ന് കുറെ കേൾക്കുകയാണ്. ഒരാൾ വിളിച്ചു പറയുന്നത് ഞാൻ കേൾക്കുകയാ. തൂഫൂ ബിമുഹമ്മദിൻ ഫീ ജമീഇൽ അർള്. ആരോ വിളിച്ചു പറയുകയാണ്, ഈ മുഹമ്മദിനെയും കൊണ്ട് ലോകമെമ്പാടും ചുറ്റിത്തിരിയണമേ, ചുറ്റിത്തിരിയണമേ. ആരോ വിളിച്ചു പറയുന്നതാണ് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത്. അള്ളാന്റെ റസൂലിനെയും എടുത്തുകൊണ്ട് ലോകത്തിന്റെ ഓരോ ഭാഗങ്ങളിലേക്ക് ചുറ്റിത്തിരിയാൻ ആരോ ഒരാൾ വാനലോകത്ത് നിന്ന് വിളിച്ചു പറയുന്നതായി ഞാൻ കേട്ടുവെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ലോകത്തിന്റെ പ്രവാചകൻ എന്നതല്ലേ അതിന്റെ അർത്ഥം. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഉഅതീതു ഖംസാ ലാ യുഅതീഹാ ലി അഹദിൻ. ആർക്കും നൽകാത്ത 5 കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയിട്ടുണ്ട്. അതിന്റെ പ്രത്യേകതയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരിക്കുകയാണ്. ആർക്കും, ഒരു പ്രവാചകന്മാർക്കും ആദം നബി മുതൽ ഈസാ നബി വരെയുള്ള പ്രവാചക പരമ്പരകളിൽ നിന്ന് ഒരാൾക്ക് പോലും നൽകാത്ത ചില പ്രത്യേക ഗുണങ്ങൾ അല്ലാഹു എനിക്ക് നൽകിയിട്ടുണ്ട്. അതിൽ 5 കാര്യം പ്രത്യേകമാണ്, ശ്രദ്ധേയമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതിൽ നിന്ന്
അതിൽ നിന്നെടുത്തു പറയുകയാണ് നുസിറതു ബിർറുബി മസീറത ശഹ്റിൻ. എത്രത്തോളം വിരോധികൾ എന്നെ തകർക്കാനും പരിശുദ്ധ ദീനിനെ അടിച്ചമർത്താനും ഇസ്ലാമിന്റെ പ്രതിയോഗികൾ എന്റെ മുന്നിൽ കടന്നു വന്നാൽ എന്റെ ശരീരത്തിന്റെ ഭാഗവും മുഖഭാവവും കാണുമ്പോ അവരുടെ ഹൃദയങ്ങളിലേക്ക് അല്ലാഹു ഭയമിട്ട് കൊടുക്കുമായിരുന്നു. അങ്ങനെ അല്ലാഹു എന്നെ സഹായിച്ചിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. മറ്റൊരു പ്രവാചകന്മാർക്കും നൽകാത്ത ഒരു സംഭവമാണ്, മറ്റൊരു പ്രവാചകന്മാർക്കും കിട്ടാത്ത ഒരു ആനന്ദമാണ് അല്ലാഹു എനിക്ക് നൽകിയത്. കേവലം കുറച്ച് ആളുകൾ മാത്രം, അങ്കുലി പരിമിതമായ സഹാബാക്കൾ മാത്രം, ഒട്ടിയ വയറുമായി, വിശന്ന വയറുമായി, കുഴിഞ്ഞ കണ്ണുമായി, ഒട്ടിയ കവിൾത്തടങ്ങളുമായി, തുരുമ്പ് പിടിച്ച 1, 2, 3 ചെറിയ ചെറിയ ആയുധങ്ങളുമായി, കുന്തങ്ങളുമായി, വാളുകളുമായി ബദറിന്റെ രണാങ്കളത്തിലേക്ക് അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും വരുമ്പോ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ അൻസാരികളുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുകയാ, മുഹാജിരീങ്ങളുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുകയാ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പാവപ്പെട്ട അൻസാരികളായ സഹാബാക്കൾ മക്കയുടെ മടിത്തട്ടിൽ നിന്ന് ഹബീബായ തങ്ങളെ അവിടുത്തെ ശത്രുക്കൾ ആട്ടിപ്പായിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന് അഭയം നൽകിയ മദീനക്കാരായ അൻസാരി സഹാബാക്കളുടെ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് ഒന്നും പറയാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. പരിശുദ്ധ ഇസ്ലാമിന്റെ ദീൻ വളർന്നു വരികയും അവരുടെ ഹൃദയത്തിലേക്ക് സ്ഥാനം പിടിച്ചു വരികയും ചെയ്യുന്നതിന് മുമ്പ് ബദറിലേക്ക് അള്ളാന്റെ ക്ഷണം വന്നിരിക്കുകയാണ്, ക്ഷണം വന്നിരിക്കുകയാണ്. ഈ ബദർ സംഭവിക്കുന്നതിന് മുമ്പ് എത്രയെത്ര ചെറിയ ചെറിയ സംഘങ്ങൾ, മക്കക്കാരായ സംഘങ്ങൾ, മക്കയിൽ നിന്ന് മുശ്രിക്കീങ്ങൾ വന്ന് മദീന പട്ടണത്തിന്റെ ഉൾത്തടങ്ങളിൽ, അതിന്റെ പ്രാന്ത പ്രദേശങ്ങളിൽ സഹാബാക്കളെ വേദനിപ്പിക്കാൻ വന്നപ്പോൾ അൻസാരി സഹാബാക്കളെ കൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ അവരെ തടുത്തു നിർത്തിയതെങ്കിൽ അവരോട് പ്രതികരിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുത്തായ റസൂൽ അൻസാരികളോട് കൽപ്പിച്ചില്ലത്രേ. ആ സന്ദർഭങ്ങളിലെല്ലാം അൻസാരികളോട് അവരുടെ സ്വന്തം കാര്യങ്ങൾ നോക്കുവാനും അവരുടെ സമ്പത്തും അവരുടെ കുടുംബത്തിനും അവരുടെ സന്താനങ്ങൾക്കും അവരുടെ ഭാര്യമാർക്കും അവരുടെ വീടുകൾക്കും പരിപൂർണമായ അഭയം നൽകാൻ അല്ലാഹുവിന്റെ റസൂൽ കൽപ്പിച്ചത് അൻസാരികളായ മക്കക്കാരായ മുഹാജിരീങ്ങളായ സഹാബാക്കളോടാണെങ്കിൽ അവസാന ഘട്ടത്തിൽ ഈ പരിശുദ്ധമായ ബദറിന്റെ രണാങ്കളത്തിലേക്ക് മുഹാജിരീങ്ങളെ കൊണ്ട് മാത്രം സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയ അങ്കുലി പരിമിതമായ, ക്ഷീണിച്ച് അവശരായ, പട്ടിണി പാവങ്ങളായ, സാധുക്കളായ, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത, കഴിക്കാന് ഭക്ഷണമില്ല, കുടിക്കാന് വെള്ളമില്ലാത്ത എത്രയെത്ര മക്കക്കാരായ മദീനക്കാരായ സാധുക്കളെ വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, വരൂ, റബ്ബിന്റെ ഓർഡറാണ്, നമുക്ക് പോകാം, ബദറിലേക്ക് പോകാം. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കുകൾ സ്വീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അൻസാരികളും മുഹാജിരികളും സടകുടഞ്ഞെഴുന്നേറ്റ് ഹബീബായ തങ്ങളുടെ പാദസ്പർശത്തെ അനുധാവനം ചെയ്തുകൊണ്ട് പരിശുദ്ധമായ ബദറിന്റെ രണാങ്കളത്തിൽ നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് നോമ്പും പിടിച്ച് വലതുഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നു. അവശരായ കുറെ സഹാബാക്കളാ. ഇടതു ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നു. അവശരായ സാധുക്കളായ കുറെ സഹാബാക്കളാണ്. എന്ത് മറുപടിയാണ് ഇവരോട് ഞാൻ നൽകുക പടച്ചവനെ? അശ്വാരൂഢന്മാരുമായി ആയിരങ്ങൾ വന്ന് നിന്റെ ദീനിനെ തകർക്കാൻ അടിയുറച്ചു നിൽക്കുമ്പോ അവർ ഓരോരുത്തരും കച്ചകെട്ടി ഇറങ്ങിയിരിക്കുമ്പോ ഈ പരിശുദ്ധമായ റമളാനിന്റെ 17-ാം രാവിൽ ഞങ്ങൾ ഇതാ പാവപ്പെട്ടവർ നിന്റെ തിരുസവിധത്തിൽ കൈനീട്ടുകയാണ്. അല്ലാ, വെള്ളമില്ല റബ്ബേ, വെള്ളമില്ല റബ്ബേ, കുടിക്കാനും കുളിക്കാനും വെള്ളമില്ല അല്ലാഹുവേ. സാധുക്കളായ സഹാബാക്കൾ, സാധുക്കളായ അൻസാരികൾ, സാധുക്കളായ മുഹാജിരീങ്ങൾ പരിശുദ്ധ പ്രവാചകനും സഹാബത്തിനും മദീനയിൽ അഭയം നൽകിയതിന്റെ പേരിൽ സ്വന്തം വീട്ടിൽ നിന്നും ആട്ടിയോടിക്കപ്പെട്ട അൻസാരികളായ സഹാബാക്കൾ പോലും കണ്ണിൽ എണ്ണയൊഴിച്ചുകൊണ്ട് പ്രതിയോഗികളുടെ വരവും കാത്തിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുകയാണ്, പടച്ചവനെ, ഈ ആയിരങ്ങളുടെ മുന്നിൽ ഹഖായ ദീനിനെ നീ നിലനിർത്തണമേ. അശ്വാരൂഢന്മാരായ ആയിരക്കണക്കായ പ്രതിയോഗികൾ പരിശുദ്ധ പ്രവാചകന്റെ തല കൊയ്തെടുക്കാൻ വന്നപ്പോ അവരെ എല്ലാവരെയും അല്ലാഹുവിന്റെ റസൂലിന്റെ മുബാറക്കായ കരങ്ങളെ കൊണ്ട്, നാവുകളെ കൊണ്ടും ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ആട്ടിപ്പായിച്ചുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ ദീനിന്റെ വെന്നിക്കൊടി പാറിപ്പറപ്പിക്കാൻ അല്ലാഹു അനുവദിച്ചെങ്കിൽ മറ്റൊരു പ്രവാചകന്മാർക്കും നൽകാത്ത ഒരു സവിശേഷതയാ നുസിർതു ബിർറുബി മസീറത ശഹ്റിൻ. 1 മാസം വഴി ദൂരം എത്രത്തോളം പ്രതിയോഗികൾ യുദ്ധം ചെയ്താൽ എങ്ങനെയാണോ രക്ഷപ്പെടാൻ കഴിയുക, അതിനുള്ള വഴികൾ അല്ലാഹു എനിക്ക് നൽകിയെന്നത് എന്റെ മാത്രം പ്രത്യേകതയാണെന്ന് മുഹമ്മദ് മുസ്തഫ.